ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഓൺ ഔട്ട്ഫിറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് എടുക്കുന്നത്. ഇത് ആദ്യത്തെ കട്ടിങ് വീഡിയോ ആണ്. സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെ പറ്റുന്നതൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞങ്ങളത് പാവാട ഉടുപ്പാണ് തയ്ക്കുന്നത്. ആദ്യം ഉടുപ്പിൻ്റെ തുണി ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ ക്രോപ്പ് ടോപ്പ് വെട്ടുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒരു തുണി വെട്ടുന്ന വീഡിയോ ആണ് കേട്ടോ. ശരി, ആദ്യം മടക്കിയിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ നീളമാണ് എടുക്കാനുള്ളത്. ഞാനിവിടെ 17 ഇഞ്ചാണ് ഞങ്ങളുടെ നീളമായിട്ട് എടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ പ്രിൻസസ് കട്ടാണ് ഞാൻ ഇവിടെ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇറക്കം ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നീട്ട് ഇച്ചിരി കൂട്ടിയിട്ടേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെക്ക് എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഷോൾഡർ ഞാനൊരു 4 ഇഞ്ച് ഇവിടെ എടുക്കുന്നുണ്ട്. 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം. കാരണം ഞാൻ സ്ലീവ്ലെസ്സാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കാനായിട്ട് ഞാനൊരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. ദെൻ കൈക്കുഴി ഞാനൊരു 6.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി വണ്ണം ഇവിടെ കൊടുത്തേക്കുന്നത് 9.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് 9.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വണ്ണം അതിനനുസരിച്ച് എടുക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ജസ്റ്റ് ഒരു ചെറിയ ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ചിൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഏറ്റവും താഴെ 17 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ ഞാൻ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് വീണ്ടും അവിടെ ഒരു 9.5 ഇഞ്ച് ആദ്യം നമ്മൾ എടുത്തതുപോലത്തുള്ള വണ്ണം കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു വര വരച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെയാണ് എളുപ്പത്തിൽ കട്ട് ചെയ്യുന്നത്. അല്ലാതെ പക്കയായിട്ടുള്ള അളവുകൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എനിക്ക് എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ ആ കൈക്കുഴി ഇങ്ങനെ കർവായിട്ടൊന്ന് വരച്ചു കൊടുത്തു. ശരി, ഇനി നമുക്ക് ഇതൊന്ന് വെട്ടിയെടുക്കാം. ഞങ്ങളെപ്പോഴും ഇങ്ങനെ ഞങ്ങൾ സെയിം ആയിട്ടുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്, ഒരേപോലെ തയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ മാറിയും തിരിഞ്ഞ് ഇടാൻ പറ്റില്ലല്ലോ ഒരേ കളറാണെങ്കിൽ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഒരേ മോഡലുള്ള 2 കളറിലുള്ള ഡ്രസ്സുകളാണ് എടുക്കുന്നത്. പിന്നെ എനിക്ക് ആ കൊച്ചിന് ഏകദേശം സെയിം അളവാണ്. അതുകൊണ്ട് ഞങ്ങൾ അളവുകളെല്ലാം ഞങ്ങൾക്ക് കാണാപ്പാടമാണ്. പിന്നെ എന്നെക്കാട് ഇച്ചിരി കൂടെ ചെറിയ അളവാണ് അവൾക്ക്. അത് നമ്മൾ ഷേപ്പ് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തുണി തയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഞങ്ങൾ ഇനി ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഞാൻ കഴുത്ത് നെക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്കൊരു വി നെക്കാണ് വേണ്ടത്. ഞാൻ ആദ്യം 7 എടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട 8 എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 8 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴോട്ട്. എന്നിട്ട് ഞാൻ ഒരു സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു. ഈ സ്കെയിൽ പണ്ട് 4ാം ക്ലാസ്സിൽ എനിക്ക് അച്ഛൻ ചതുരമൊക്കെ വരയ്ക്കാനായിട്ട് ഉണ്ടാക്കി തന്നതാണ്. ഇപ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം ശരിക്കും എനിക്ക് മനസ്സിലായത്. അന്നൊന്നും ഞാനത് ഉപയോഗിച്ചതേ ഇല്ല. ശരി, എന്നിട്ട് ഞാൻ വീണ്ടും അവിടെ ഇങ്ങനെ അത് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിനി ബാക്ക് നെക്കും വെട്ടിയെടുക്കണം. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഞാൻ ഷോൾഡർ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്ക് നെക്കും എടുക്കുക. ബാക്ക് നെക്ക് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് 8 എടുത്തതെങ്കിൽ ബാക്ക് ഒരു 9 എടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു നീട്ടം കിട്ടും. അല്ലെങ്കിൽ 7, 8 എടുക്കുക കേട്ടോ. അങ്ങനെ ഏതാണോ നിങ്ങളുടെ സൗകര്യം, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ എടുക്കാവുന്നതാണ്. എന്നിട്ട് ബാക്ക് പോർഷനും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ സെയിം തുണി നമുക്ക് ലൈനിങ്ങിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നെക്ക് നമ്മളിവിടെ പ്രോപ്പറായിട്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ നെക്ക് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലേ നമുക്കത് വെച്ച് മെഷീനിൽ വെച്ച് തയ്ക്കുമ്പോൾ കുറച്ചുകൂടെ പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വെട്ടാൻ പോകുന്ന സ്ലീവ്സാണ്. സ്ലീവ്സ് ഞാനിവിടെ ഒരു 14 ഇഞ്ചാണ് നീട്ടം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വീതി ഞാനിവിടെ ഒരു 8, 8.5, 9 ഇഞ്ച് അത്രയും തന്നെ മതിയാവും. എന്നിട്ട് ഞാനിവിടെ സ്ലീവ്സ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ മുകളിലും 8 മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഇതൊരു ബോക്സ് പോലെ വരയ്ക്കും. ബോക്സ് പോലെ ഇങ്ങനെ വരച്ചതിന് ശേഷം, അതായത് 14 ഇഞ്ച് വീതിയും നീളവും 8 ഇഞ്ച് വീതിയും. എന്നിട്ട് ഞാൻ അവിടെ നമ്മൾ ഇപ്പുറത്തോട്ട് വരച്ചില്ലേ, അവിടുന്ന് ഒരു 3.5 ഇഞ്ച് 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് ഇങ്ങനെ വരച്ചു കൊടുക്കും. എന്നിട്ട് ഈ മുകളിൽ ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല, ഈ ഭാഗത്ത് നിന്ന് ഒരു 3.5 ഇഞ്ച്, എന്നിട്ട് ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ സ്ലീവ്സ് വരയ്ക്കുന്നത്.
എനിക്ക് എങ്ങനെയാണ് എന്നെ പണ്ട് പഠിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാനായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ എനിക്ക് തയ്ക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഓക്കെ ആവാറുണ്ട്. ശരിയായിട്ട് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് തയ്ക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ സ്ലീവ്സ് കൂടെ ഇങ്ങനെ വെട്ടിയെടുക്കാം. ഇവിടെ ഞാൻ സ്ലീവ്സിന് ലൈനിങ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ ലൈനിങ് വെട്ടിയെടുക്കുന്നില്ല. ഈ തുണിയിൽ മാത്രമേ ഞാൻ വെട്ടി കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവ്സ് കൂടെ വെട്ടിയെടുക്കാം. ഇങ്ങനെയാണ് സ്ലീവ്സ് കിട്ടിയിട്ടുണ്ടാവുക. വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ മറ്റൊരു രണ്ടാമത്തെ തുണിയില്ലേ അതും കൂടി ഇങ്ങനെ വെട്ടുന്നുണ്ട് കേട്ടോ. ആ ലൈനിങ് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉടുപ്പിൻ്റെ സ്റ്റിച്ചിങ്. സോറി ഉടുപ്പിൻ്റെ കട്ടിങ്. ഇനി നമുക്ക് പാവാട നോക്കാം. അത് പാവാടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാരിയാണ് മേടിച്ചേക്കുന്നത്, നമ്മുടെ ടിഷ്യൂ കോട്ടൻ്റെ. ഇതിൻ്റെ വില വന്നിട്ട് 665 രൂപയാണ്. ഒരു സാരിയാണ് വാങ്ങിയേക്കുന്നത്. ഇതിന് 2 മുറിച്ചാണ് നമ്മൾ 2 പാവാട തയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ആ പട്ട ഒന്ന് വെട്ടിക്കളയാം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ ആ പട്ടയും കൂടെ ഓക്കെ. ശേഷം ഞാൻ ആ പട്ട വെട്ടി കളഞ്ഞിട്ട് അതിനതാ ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഏകദേശം 2.25 ഒരു 3 മീറ്ററിന് ഒരു കുറച്ചിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളേ ഓരോ പീസ് തുണിക്കും. എന്നിട്ട് ഞാൻ ഇവിടെ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 39 ഇഞ്ചാണ്. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എനിക്ക് ഇച്ചിരി കൂടെ ആ കൊച്ചിനെക്കാട്ടിയും പൊക്കം കുറവായതുകൊണ്ട് ഞാനൊരു 1 ഇഞ്ച് കൂടെ പിന്നീട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആവശ്യമായത് നമ്മുടെ പട്ടയുടെയും കൂടെ ഒന്ന് കുറച്ചിട്ട് നിങ്ങളെടുക്കുക. ഞാനിവിടെ പട്ട ഏകദേശം ഒരു 2 ഇഞ്ചോളം എക്സ്ട്രാ അങ്ങനെയാണ് കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 39 + 2 വരും. അപ്പോൾ ടോട്ടൽ 41 ആവും നമ്മുടെ ലെങ്ത്. നിങ്ങളുടെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് പട്ടയ്ക്ക് നിങ്ങൾ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കുറച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ എടുത്തു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2നും 39 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ആ മാർക്കിങ്ങിൽ കൂടെ നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പം അങ്ങനെ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് അതിൻ്റെ പട്ടയും കൂടിയാണ് വെട്ടിയെടുക്കാനുള്ളത്. അത് ഞാൻ ഒരു 4 ഇഞ്ച് വരച്ചിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾ മറക്കാതെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നാളെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട്